മുകേഷിനെ പാർട്ടി കൈയൊഴിഞ്ഞില്ല. മുകേഷിനെതിരെ കൊല്ലം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനമെങ്ങും പ്രതിഷേധങ്ങൾ വ്യാപകം ആയി തുടരുന്ന സമയത്താണ് മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നത്. ഇന്ന് ചേർന്ന പാർട്ടി സംസ്ഥാന സമിതി ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പറപ്പിച്ചു, പുറത്തിറക്കി വിട്ടു. ഇനി ഇങ്ങോട്ട് പാടില്ല എന്ന് പറഞ്ഞു. എപ്പോഴും മുകേഷിനെ ഒപ്പം നിർത്തിയിരിക്കുകയാണ്. മുകേഷിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നമുക്കറിയാം. മുകേഷ് ലൈംഗിക പീഡന ആരോപണ വിധേയനാണ്, ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനാണ്. അങ്ങനെ ഒരു MLA-യെ സംരക്ഷിക്കരുത്, പാർട്ടി സംരക്ഷിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബൃന്ദ കാരാട്ടാണ്. അതുപോലെ CPI-യുടെ നേതാവായ ആനി രാജ. അങ്ങനെ സമൂഹത്തിൽ ഉള്ള നിരവധി ആളുകൾ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തല്ലോ, അതായത് ആരോപണമുണ്ടായിട്ടും ലൈംഗിക ആരോപണമുണ്ടായിട്ടും MLA രാജിവെച്ചിട്ടില്ലല്ലോ, ആ ഒരു സാഹചര്യത്തിൽ CPM-ഉം ആ വഴിക്ക് തന്നെ നീങ്ങാം എന്നതായിരുന്നു പാർട്ടി നയം. ആദ്യമേ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു മുകേഷ് വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് തന്നെയാകും പാർട്ടി പറയുന്നതെന്ന് അറിയാമായിരുന്നു. എങ്കിൽ പോലും പല കോണുകളിൽ നിന്നും കോൺഗ്രസ് ചെയ്തതുപോലെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ എങ്കിൽ മുകേഷിനെ പ്രത്യക്ഷത്തിൽ പിന്താങ്ങിയ ഒരേ ഒരു കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ്സുകാർ സാധാരണ കുറ്റപ്പെടുത്തേണ്ടതാണ്, എന്നാൽ ശ്രീ ശശി തരൂർ മാത്രം മുകേഷിനെ കുറ്റപ്പെടുത്തിയില്ല. കാരണം ഇങ്ങനെ ആരോപണങ്ങൾ പലതും ശ്രീ ശശി തരൂരും കേട്ടിട്ടുള്ളതാണ്. കാര്യം ഇതാണ്, മുകേഷിനെതിരെ ഇങ്ങനെ പരാതികൾ വന്നു. മുകേഷ് പലതവണ ലൈംഗിക ആരോപണങ്ങൾ പല ആളുകളിൽ നിന്നും നേരിട്ടു. അപ്പോഴാണ് പാർട്ടി ഇക്കാര്യം ആലോചിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ അതിശക്തമായ പ്രതിഷേധം മുകേഷിനെതിരെ ഉണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു, സംസ്ഥാന സമിതിയിൽ വന്നു. സംസ്ഥാന സമിതി പറയുന്നു മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ സിനിമാ നടനായ മുകേഷാണ്, കോമഡിയാണ്, സിനിമാ നടനായ മുകേഷാണ് ഈ ആരോപണങ്ങളൊക്കെ നേരിടുന്നത്, MLA ആയ മുകേഷ് അല്ല. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല. ഈ രണ്ട് സംഭവങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരേ വ്യക്തിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിനുണ്ട് എന്ന കാര്യം പാർട്ടി മറന്നുപോയോ എന്നതാണ് ഒരു പ്രധാന ചിന്തയായി അല്ലെങ്കിൽ പ്രധാന വിമർശനമായി ആളുകൾ ഉന്നയിക്കുന്നത്. ഏതായാലും പാർട്ടിക്ക് ശരിയെന്ന് തോന്നുന്നത് പാർട്ടിക്ക് ശരി തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ട, പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് മുകേഷിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. പരസ്യ പ്രതികരണങ്ങളിൽ പോയി അപകടങ്ങളിൽ ചാടരുത്. ഇന്ന് തന്നെ നമുക്കറിയാം, നടൻ മോഹൻലാലൊക്കെ വന്ന് മീഡിയയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് വളരെ തന്മയത്വത്തോടു കൂടി വളരെ അഭിനയ മികവോടുകൂടി വിഷയം ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു പക്ഷേങ്കിൽ മുകേഷിന് അത് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് മുകേഷിന് പരസ്യ പ്രസ്താവന വിലക്കിയിട്ടുണ്ട്. മുകേഷ് തുടർന്നും MLA ആയി തുടരും. എന്നാൽ നാളെ മുതൽ തുടങ്ങുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുകേഷിനെ വലിച്ച് കീറുമെന്ന കാര്യത്തിൽ സംശയമില്ല.